അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരാനാണ്. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് ഇവ വേരോടെ പിഴുതെറിയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ദുആയിനെ കുറിച്ചാണ്, ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. സൂറത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം ഓതി നമ്മൾ ഈ പറയുന്ന ആളുകളെ കുടിപ്പിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അവർ അതിൽ നിന്നും മോചിതരാകും. ഒരുപാട് അതിന് പ്രൂഫുകളുണ്ട്. അങ്ങനെ നന്നായ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നടക്കുന്ന ഏറെക്കുറെയുള്ള പ്രശ്നങ്ങളും ഇത് മൂലമാകും അല്ലെ. മദ്യപാനത്തിന് അടിമപ്പെട്ടവരാകും, അതുപോലെ തന്നെ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരാകും, അല്ലെങ്കിൽ പുകവലിക്ക് അടിമപ്പെട്ടവരാകും. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങൾ അതിന് അടിമപ്പെട്ടവരായിരിക്കും. ഇപ്പോ അതല്ല അവസ്ഥ. നമ്മുടെ കുടുംബങ്ങളിലെ കൊച്ചുമക്കൾ മുതൽ എന്താ പറയുക, പെൺകുട്ടികൾ വരെ വഴിതെറ്റുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ നമ്മളറിയാതെ കോളേജിലോ അല്ലെങ്കിൽ മറ്റുള്ള പുറത്ത് ഇറങ്ങുന്ന സമയങ്ങളിൽ മറ്റുള്ള ചീത്ത കൂട്ടുകെട്ടുകളിൽപ്പെട്ട് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് വരുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താനും അതുപോലെ തന്നെ അവരെയൊക്കെ രക്ഷിക്കാനും നമ്മൾ അവരെ വഴക്ക് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ കൂടെ നിന്ന് സംസാരിച്ചത് കൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. മറിച്ച് എന്ത് ചെയ്യാനാകും, നമുക്ക് ഇങ്ങനെയുള്ള പൊടിക്കൈകൾ അവരിൽ പ്രയോഗിച്ചുകൊണ്ട് അവരെ നമുക്ക് നന്നാക്കി എടുക്കുവാൻ വേണ്ടി ജീവിതത്തിൽ നമുക്ക് അവരെ കൂടെ ആ ജീവിതത്തിൽ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരുപാട് കുടുംബങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നത് ചീത്ത കൂട്ടുകെട്ടുകൾ വഴി. നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങൾ നല്ലതായിരിക്കാം, അവരെ വഴിതെറ്റിച്ച്, കൂടെയുള്ള കൂട്ടുകെട്ടുകൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ അവരെ വഴിതെറ്റിച്ച്, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെയും അവസ്ഥ അതാണ്. ഇപ്പോ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അല്ലെ. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ഒരുപാട് പേര് കമന്റിലൂടെ ചോദിച്ചത് കൊണ്ടാണ് ഇന്നിത് ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അതിന് ആദ്യം എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലോട്ട് എന്ത് ചെയ്യണം, വെള്ളമോ ചായയോ അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് എടുത്തിട്ട് ഈ പറയുന്ന ആയത്ത് അതിലോട്ട് ഓതുക. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താനി ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഈ ഒരു സൂറത്ത്, അതായത് സൂറത്ത് മാഇദയിലെ 90-ാമത്തെ ആയത്തായ ഈ ആയത്തിനെ ഓതുക. ഓതി എന്ത് ചെയ്യുക, ആ വെള്ളത്തിലോട്ട് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. 11 പ്രാവശ്യമാണ് ഇത് മന്ത്രിക്കേണ്ടത്. 11 പ്രാവശ്യം ഈ ഒരു സൂറത്തിലെ ആയത്ത് മന്ത്രിച്ച് അത് വെള്ളത്തിലോ ചായ, ജ്യൂസ്, എന്തെങ്കിലും പാനീയങ്ങളിൽ മന്ത്രിച്ച് എന്ത് ചെയ്യുക, തുടർച്ചയായി കുടിപ്പിക്കുക. അത് ദിവസവും മന്ത്രിച്ച് കുടിപ്പിക്കുക. അത് 14 ദിവസം കൊടുക്കുക ആദ്യം. അതല്ല എന്നുണ്ടെങ്കിൽ 21 ദിവസം കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ 41 ദിവസം കൊടുക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കും. അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ അടിമപ്പെട്ടവരെ മോചിപ്പിച്ച് അള്ളാഹുവിന്റെ ആയത്തിന്റെ ഒരു ബറക്കത്ത് കൊണ്ട് കുടുംബങ്ങൾ ശിഥിലമാകാതെ അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം.